Welcome to my YouTube channel. This is Chaitanya Purushothaman. കഴിഞ്ഞ തവണ ഞാനിട്ട വീഡിയോസിന് മോശമല്ലാത്ത രീതിയിൽ സബ്സ്ക്രൈബും ലൈക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ മോട്ടിവേഷൻ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടൻസിൻ്റെ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാർട്ട് 1 ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. പാർട്ട് 1 ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പാർട്ട് 1 ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, കയറി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Basic terms of accounting. First one, entity. It means a reality that has a definite individual existence. Business entity means a specifically identifiable business enterprises. Example, super bazaar, hire jewelry, etc. അതായത് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേകം നമുക്ക് അറിയപ്പെടാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്, അതാണ് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബിസിനസ് എൻ്റർപ്രൈസിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് സൂപ്പർ ബസാർ, ഹയർ ജ്വല്ലറി, ഇതൊക്കെയാണ് ഉദാഹരണമായിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ട്രാൻസാക്ഷൻ. എ ഇവന്റ് ഇൻവോൾവിംഗ് സം വാല്യൂ ബിറ്റ്വീൻ 2 or more entities. It can be purchase of goods, receipt of money, etc. It can be cash transaction or credit transaction. അതായത് രണ്ടോ അതിലധികമോ എൻറ്റിറ്റീസ് കൂടിച്ചേർന്നതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതിൽ രണ്ടെണ്ണയുടെ ഉദാഹരണമായിട്ട് പറയുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ റെസിപ്റ്റ് ഓഫ് മണി. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം, അതുപോലെ ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ആവാം. ദെൻ നെക്സ്റ്റ് വൺ, assets. Assets are economic resources of an enterprises. It can usually expressed in monetary terms. Assets are items of value used by the business in its operations. അതായത് അസറ്റ്സ് എന്ന് പറയുന്ന ഒരു എൻ്റർപ്രൈസിൻ്റെ എക്കണോമിക് റിസോഴ്സസ് ആണെന്നാണ് പറയുന്നത്. ഇത് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത് മോണിറ്ററി ടേംസിലായിരിക്കും ഇത് യൂഷ്വലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി അസറ്റ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. 2 types of assets are included. That is, assets എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ്, നോൺ കറണ്ട് അസറ്റ്. ഇങ്ങനെ 2 ടൈപ്സിലാണ് അസറ്റ്സ് ഉള്ളത്. ഇത് വിശദീകരിച്ച് ഞാൻ പിന്നീട് പറഞ്ഞിരിക്കും. എന്താണ് നോൺ കറണ്ട് അസറ്റ്, എന്താണ് കറണ്ട് അസറ്റ്സ് എന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരും വിശദീകരിച്ചിട്ട്. നെക്സ്റ്റ് വൺ, ലയബിലിറ്റീസ്. Liabilities are obligations or
debts that our enterprise has to pay at same time in future. They represent creditors, clients on the firm assets. അതായത് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ബാധ്യത, ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അസറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും 2 types ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് കറണ്ട് ലയബിലിറ്റി. അത് 4 types ഉണ്ട്. ഷോർട്ട് ടേം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് ഷോർട്ട് ടേം പ്രൊവിഷൻസ്. The next type of liability, non-current liability. അതും 4 types ഉണ്ട്. long-term borrowings, deferred tax liabilities, other long-term liabilities and long-term provisions. ഇതൊക്കെയാണ് ലയബിലിറ്റീസിൻ്റെ ടൈപ്സ്. ഇതൊക്കെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരും. The next one, capital. Capital is the most important basic terms of accounting. Amount invested by owner in the firm is known as capital. The capital is shown in the liability side of balance sheet. അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണർ ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിട്ടാണ് കാണിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ക്യാപിറ്റൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബേസിക് ടേം ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ, സെയിൽസ്. Sales means total revenue from goods or service to provide customers. Sales may be cash or credit. അതായത് സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ഭാഗമായി നമ്മളിലേക്ക് വരുന്ന ഒരു റവന്യൂവിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് 2 തരത്തിലുണ്ട്. ഒന്നുകിൽ ക്യാഷ് സെയിൽസ് ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസും ആവാം. കാരണം ഒരു സ്ഥാപനം നടത്തുമ്പോൾ, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ ഒന്നുകിൽ സെയിൽസ് റെഡി ക്യാഷിലാവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് അതായത് കടമായിട്ടും ഉണ്ടാവാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, റവന്യൂസ്. These are the amount of the business earned by selling its product or service to customers is called sales revenues. Example, commission, rent received, dividend, interest. ഇതൊക്കെയാണ് റവന്യൂസ് ആയിട്ട് പറയുന്നത്. റവന്യൂവിൻ്റെ മറ്റൊരു പേരാണ് ഇൻകം. അതായത് നമ്മൾ ബിസിനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള, അതായത് കസ്റ്റമേഴ്സിന് സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്ട്സോ സെല്ല് ചെയ്തിട്ട് അതിലൂടെ നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് റവന്യൂസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിന് ഒരു ബിൽഡിങ് റെൻറ്റിന് കൊടുത്തു എന്ന് വിചാരിക്കാം. ആ റെൻറ്റിന് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് മാസം ബിസിനസ്സിലേക്ക് വരുന്ന റെൻറ്റ്, അതൊരു റവന്യൂ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ കമ്മീഷൻ, ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെയാണ് റവന്യൂസിൻ്റെ പാർട്ടായിട്ട് പറയുന്നത്. ഈ റവന്യൂവിന് തന്നെയാണ് നമ്മൾ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ, expenses. Cost incurred a business in the process of earning revenue are known as expenses. Example, depreciation, rent, salary, etc.
അതായത് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു റവന്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൂടെ ഉണ്ടായിരുന്ന ഒരു നഷ്ടത്തെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ സാലറി ഒരു എക്സ്പെൻസസ് ആണ്. സാലറി നമ്മൾ എംപ്ലോയീസിന് മാസം കൊടുക്കുന്ന ഒരു എമൗണ്ടിനെയാണ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയീസിലൂടെ നമുക്ക് ബിസിനസ്സിലേക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും സാലറി മാസം എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ ആ സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസസ് ആയിട്ടാണ് ബിസിനസ്സിൽ എപ്പോഴും കണക്കാക്കാറ്. അതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഒരു റവന്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലൂടെ ഒരു ചെറിയ നഷ്ടം കമ്പനിയിലേക്ക് വരുന്നതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. Then second one, expenditure. Spending money or incurring a liability for some benefits, service or property received is called expenditure. Example, purchase of machinery, purchase of furniture, purchase of goods. അതായത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പം മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു. മെഷീനറി പർച്ചേസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ മെഷീനറി ഉപയോഗിച്ച് നമുക്ക് പ്രോഫിറ്റ് ഫേമിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്. അതൊരു എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടിപ്സ് പഠിക്കാനായിട്ട്, ഈസിയായി പഠിക്കാനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, നിസ്സാരമായ കുറച്ച് ടിപ്സാണ്. അതായത് ഒരു ഷോർട്ട് നോട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട്. അതായത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന വിധത്തിൽ ആ നോട്ടിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ കുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഷോർട്ട് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഓരോ പോയിൻറ്റ്സും കോഡ് രൂപത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഇപ്പം സെയിൽസ്, എക്സ്പെൻസ്, എക്സ്പെൻഡിച്ചർ, ഈ 3 കാര്യങ്ങളും ഒരു ഉദാഹരണ സഹിതം മാത്രമാണ് ഞാൻ പറയുന്നത്. 3 കാര്യങ്ങളും നമുക്കൊരു കോഡ് രൂപത്തിലാക്കിയെടുത്താൽ SEE എന്ന് പറഞ്ഞൊരു കോഡിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് നമ്മൾ ഓർക്കാൻ നമ്മൾ എപ്പോഴും ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. സെയിൽസ്, എക്സ്പെൻസ്, എക്സ്പെൻഡിച്ചർ എന്ന രീതിയിൽ ബൈഹാർട്ടാക്കി നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. SEE എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലേക്ക് വരും സെയിൽസ്, എക്സ്പെൻസ്, എക്സ്പെൻഡിച്ചർ എന്ന രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു കോഡ് രൂപത്തിലാകുമ്പോൾ വേഗം പഠിക്കാനും എളുപ്പമാണ്. പിന്നെ ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പോയിൻറ്റ്സ് ഓർത്തെടുക്കാൻ. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഡ് ടെക്നിക്ക് ഞാൻ പറഞ്ഞത്. അതാകുമ്പോൾ പരീക്ഷയ്ക്ക് പോയിൻറ്റ്സ് ഓർത്തെടുക്കാൻ വലിയ വിഷമങ്ങൾ ഉണ്ടാവില്ല. പിന്നെ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിശദീകരിച്ച് എഴുതാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പോയിൻറ്റ്സ് കിട്ടാനാണ് എല്ലാവർക്കും പെട്ടെന്ന് മറന്നുപോയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പോയിൻറ്റ്സ് കിട്ടാനാണ്. പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വിശദീകരിച്ച് എഴുതാൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പോയിൻറ്റ്സിനെ കോഡ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഞാനൊക്കെ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അപ്പം ഞാൻ പഠിച്ചൊരു രീതി നിങ്ങളിലേക്കും കൂടി എത്തിച്ചു എന്ന് മാത്രം. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. റിസൾട്ട് എനിക്ക് 100% ആയിരുന്നു റിസൾട്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. 2 മാസം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എനിക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലേക്കും അതുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കേണ്ട.
അപ്പോൾ ഇതൊക്കെയാണ് ടിപ്സായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഒന്ന് ഷോർട്ട് നോട്ട്, പിന്നെ പോയിന്റ്സ് കോഡ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്സ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം.